ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അയർലാൻഡിലെ ഡൊണീഗൽ കൗണ്ടിയിലുള്ള ആർട്സ് ഫോറസ്റ്റ് പാർക്കിലേക്കാണ് കേട്ടോ. ഇത് ഈ ഒരു കൗണ്ടിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനെ നമ്മളിത് ഇവിടേക്ക് നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാറിന് €5 പേ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പേ ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന വഴി നല്ല ഭംഗിയാണ് കേട്ടോ. ബോത്ത് സൈഡ്സിലും ഈ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമുക്ക് അങ്ങോട്ട് കുറേ നടക്കാണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഫോറസ്റ്റ് വാക്ക് ഉണ്ട്. അങ്ങനെ അങ്ങ് പോകണം കേട്ടോ. നല്ല രസമാണ്, കുറേ നടക്കാനുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ പോണ വഴിയിൽ നമ്മളൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ കണ്ടു കേട്ടോ. അപ്പം നമുക്ക് ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ കളിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് കണ്ടോ ഒരു കുഞ്ഞു ചെക്കനെ കണ്ടു കേട്ടോ. ആള് സൈക്കിളുമ്പോൾ അതൊരു വലിയൊരു ഇറക്കാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചു ചെക്കൻ പോയി അവിടെ ചെന്ന് വീഴുന്നു, പക്ഷെ വീഴുന്നില്ല കേട്ടോ. ആൾ നല്ല പെർഫെക്റ്റ് ബാലൻസ് ഒക്കെ ചെയ്ത് കറക്റ്റ് അവിടെ പോയി നിന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഇവിടെ കടലില്ല ഗൈസ്. കടൽ ടൈഡ് കാരണം ഇറങ്ങിപ്പോയിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ വെള്ളം വരും. ഇപ്പോൾ ആ വെള്ളമൊന്നുമില്ല കേട്ടോ, ഫുള്ള് സാൻഡ് മാത്രമായി. അങ്ങനെ നമ്മൾ നടക്കാണ് കേട്ടോ. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫോറസ്റ്റ് ട്രയലിലേക്ക് എത്താനുള്ള പോക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല കാമായിരുന്നു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൊതുവേ ജാക്കറ്റ് എടുക്കാതെ ഇറങ്ങുന്നിടത്തൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ജാക്കറ്റ് എടുത്ത് വരുമ്പോൾ ചൂടും, അതുകൊണ്ട് എടുക്കാതിരിക്കാനും പറ്റില്ല, അന്നോട്ട് എന്താ പറയുക ഇട്ട് വരാനും പറ്റില്ല എന്നുള്ള ചില സിറ്റുവേഷൻസാണ് എനിക്കുള്ളത് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് ജാക്കറ്റൊക്കെ ഇട്ട് വന്നുകൊണ്ട് നല്ല ചൂടായിരുന്നു. തീരെ തണുപ്പൊന്നും ഇല്ലാത്ത നല്ലൊരു വെതറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമുക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള കുറച്ച് പേരൊക്കെ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പർ പ്ലേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ഇതിലാണ് നമ്മളെല്ലാവരും കൂടെ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കണ്ടോ എന്തോ ഒരു സംഭവം ഗൈസ്, പുൽക്കൂട് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊരു എന്തോ ഭംഗിയിൽ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ, നമുക്ക് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് അതൊക്കെ കണ്ട് നമ്മൾ നടക്കുമ്പോൾ ഇതൊരു ബ്രിഡ്ജ് പോലെ കേട്ടോ, വുഡിൻ്റെ ബ്രിഡ്ജാണ്. ഇവിടെ നിങ്ങൾ ഒരു ബ്രിഡ്ജ് മോഡൽ അങ്ങോട്ട് ഫുള്ള് അതങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് നമുക്കിവിടെ നടക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ ദൂരം ഇതുപോലെ വുഡ് വെച്ചിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നടപ്പാത പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ ബീച്ചും റൈറ്റ് സൈഡിൽ കാടുമായിട്ട് ഒരു നല്ലൊരു സൂപ്പർ സ്ഥലം ഗൈസ്. ഫോറസ്റ്റും ബീച്ചും ചേർന്നൊരു റയർ സീൻ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു സ്പോട്ട്. അങ്ങനെ നമ്മൾ ഏതൊരു സ്ഥലം കണ്ടാലും വെറുതെ വിടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷനായിരുന്നു കണ്ടത്. അതിന് ശേഷം നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നടക്കാൻ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ വെള്ളമൊന്നുമില്ല ബീച്ചിൽ, പക്ഷെ ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പോണ വഴിയിൽ ഇതുപോലെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് ഇരുന്നിട്ടൊക്കെ പോവാം, കാരണം കുറേ നടക്കാണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് പോണ വഴിക്ക് കുറേ ഡോഗ്സിനെയും കുറേ ആൾക്കാരൊക്കെ കണ്ടു കേട്ടോ. പിന്നെ എല്ലാവരുടെ കയ്യിലും ഡോഗ്സ് ഉള്ളത് കൊണ്ട് കുറേ ഡോഗ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെയാണെങ്കിൽ ഫുള്ള് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഡോഗ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് ഫുള്ള് കാട്ടുചെടികളാണ്, പക്ഷേ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് കുറേ കാട്ടുചെടികളായിരുന്നു. പിന്നെ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ തലകുത്തി നിലത്തോടും. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടം വരെ വെള്ളം വരും കേട്ടോ. ഇവിടെയൊക്കെ വരെ വെള്ളം വരും. വെള്ളമൊക്കെ അടിച്ചിട്ട് ഉള്ള ആ സ്റ്റോണൊക്കെ വേറെ ടൈപ്പ് ആയിരിക്കുന്നത്, വെള്ളം അടിച്ചിട്ട് അങ്ങനെ ആയിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കല്ലൊക്കെ ഇളകുണ്ടോ നോക്കിയിട്ട് വേണം ചവിട്ടാൻ, ഇല്ലെങ്കിൽ നമ്മൾ വീഴും കേട്ടോ. അങ്ങനെ ഒരു കണക്കിനൊക്കെ നമ്മൾ അതിൽ കൂടെ ഒക്കെ ഇറങ്ങി ബീച്ചിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ബീച്ചിൽ ഓൾമോസ്റ്റ് നമുക്ക് ഇത്രയൊക്കെ വെള്ളം വരും, പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഇറങ്ങിയ കാരണം നമുക്ക് അത്രത്തോളമൊക്കെ നടന്ന് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതും നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. നല്ലൊരു വ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു.
പിന്നെ ഇത് കണ്ടോ, ഇത് ഫുള്ള് കക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ, വേവിച്ച് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഫുള്ള് അതാണ് കേട്ടോ. ആ ഒരു കല്ലുമ്മ ഫുള്ള് നിറച്ച് കക്കയാണ്, വലുതും ചെറുതും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതേ നമ്മൾ കുറേ നേരം ബീച്ചൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നടന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോയത്. കണ്ടോ, ഇവിടുത്തെ കല്ലൊക്കെ കണ്ടറിയാം, ഇവിടെയൊക്കെ വെള്ളം അടിച്ചിട്ട് കല്ലിങ്ങനെ അയക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ ഫോറസ്റ്റ് ട്രയലിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് കാടായിരിക്കും, ഫുള്ള് മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോണ പോലെ. അപ്പോൾ ഇവിടെ ഈ പല വഴികളുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വഴി കൂടെ പോയാലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെന്നെത്തും. അങ്ങനെ ഈ ഒരു കാട് മൊത്തം അവിടെ ഇവിടെയൊക്കെ ഓരോ വഴികളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇടയിൽ ഓരോ മാപ്പൊക്കെ കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാർ പാർക്കിംഗ് എവിടെയായിരുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നടന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് നോക്കി അവിടേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള നടത്താണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ജേണിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.